ഇന്നലെ SFI വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച KSU MSF പ്രവർത്തകർ. നാദാപുരം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളെയാണ് KSU MSF പ്രവർത്തകർ ആക്രമിച്ചത്. KSU MSF പ്രവർത്തകരായ റംഷാദ്, നിഹാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത്. SFIക്കെതിരെ വ്യാപക കള്ളപ്രചാരണങ്ങൾ നടത്തിയും ആക്രമിച്ചും തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് SFI നേതൃത്വം ആരോപിക്കുന്നു. വിവരങ്ങളുമായി ജോഷിലയാണ് ചേരുന്നത്. ജോഷില, ഗുഡ് മോർണിംഗ്. SFIക്കെതിരെ വ്യാപകമായിട്ട് ദുഷ്പ്രചരണങ്ങളും കള്ളവാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അടിസ്ഥാനരഹിത ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാകുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ്? പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ SFIക്കെതിരെ വ്യാപകമായ ആക്രമണങ്ങളും അതുപോലെ തന്നെ അധാർമികമായ രീതിയിൽ എന്ന് വേണം പറയാൻ വലിയ പ്രശ്നങ്ങളിലേക്ക് SFIയെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലും അതുപോലെ തന്നെ ഇന്നലെ നാദാപുരം ഗവൺമെന്റ് കോളേജിലും SFIക്കെതിരെ ആക്രമണം നടന്നു എന്നുള്ളത്. UDSFന്റെ പ്രവർത്തകരാണ് നാദാപുരം ഗവൺമെന്റ് കോളേജിൽ ഇന്നലെ SFI പ്രവർത്തകരെ ആക്രമിച്ചത്. അത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ധാർമ്മികമാണോ എന്നുള്ള ഒരു പ്രശ്നം കൂടി ഉയർന്നു വരുന്നത്. സംസ്ഥാനത്തുടനീളം SFIയെ ഇല്ലാതാക്കുക, SFI ആണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത് എന്നുള്ള ഒരു ബോധത്തിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ നാദാപുരം ഗവൺമെന്റ് കോളേജിൽ നടന്നത് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു ഹെൽപ്പ് ഡെസ്കിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് UDSFന്റെ പ്രവർത്തകർ SFI പ്രവർത്തകരെ കടന്നാക്രമിക്കുകയായിരുന്നു. നമുക്കറിയാം, ഒന്നാം വർഷ വിദ്യാർത്ഥികൾ കടന്നു വരുന്ന സമയത്ത് എത്രയേറെ ആശങ്കയോടുകൂടിയാണ് ക്യാമ്പസുകളിലേക്ക് ഒന്നാം വർഷ വിദ്യാർത്ഥികളും അവരെ ചേർക്കാനെത്തുന്ന രക്ഷിതാക്കളും കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കുന്നത് എന്നുള്ളത്. ഇതിനൊക്കെ തന്നെ ഒരു പരിഹാരം, അല്ലെങ്കിൽ ഇവർക്കൊക്കെ തന്നെ സമാധാനം പകരുന്ന ഒരു വിദ്യാർത്ഥി സംഘടന കൂടിയാണ് SFI എന്നുള്ളതാണ്. കാലാകാലങ്ങളായി 1970കളിൽ സംഘടനാ രൂപീകരണ സമയം മുതൽ പിന്നീട് വന്ന മാറ്റം എന്ന് പറയുന്നത് SFI വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്രയേറെ ഇടപഴകി ജീവിച്ചത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇടപഴകി പെരുമാറിയത് കൊണ്ട് തന്നെയാണ്, പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് 70 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റം പോലും അതിന്റെ ഒരു ഭാഗമായിരുന്നു എന്ന് വേണം പറയാൻ. എല്ലാ കാര്യങ്ങളിലും വിദ്യാർത്ഥികളെ കോളേജുകളിലേക്ക് അരാജകവാദവും അരാഷ്ട്രീയവാദവും നിലനിരുന്ന ക്യാമ്പസുകളിൽ റാഗിംഗ് ഉണ്ടായിരുന്ന കാലത്താണ് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി, അല്ലെങ്കിൽ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് വരുന്നതും വിദ്യാർത്ഥികളെ സഹായിക്കുന്നതും ആർക്കും വളരെ ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ വളരെ സമാധാനപരമായി പേടിക്കാതെ ക്യാമ്പസുകളിൽ കയറി ചെല്ലാവുന്ന ഒരു രീതിയിലേക്ക് കലാലയങ്ങളെ മാറ്റിയെടുത്ത ഒരു സംഘടന കൂടിയാണ് SFI എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ ഇല്ലാതാക്കുക എന്നുള്ളത്, SFI എങ്ങനെയാണോ വിദ്യാർത്ഥികൾക്കിടയിൽ ഇടപെടുന്നത് അത് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് വേണം. ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകരെ ആക്രമിച്ചുകൊണ്ട് നാദാപുരത്ത് ഇന്നലെ നടന്ന സംഭവം പോലും വിലയിരുത്താൻ എന്ന് വേണം പറയാൻ. കാരണം UDSFന്റെ പ്രവർത്തകർ ഇത്തവണ UDSF അവിടെ സീറ്റുകൾ നേടിയിരുന്നു. നാദാപുരം ഗവൺമെന്റ് കോളേജിൽ UDSFന്റെ 2 പ്രവർത്തകർ, അതായത് ഫൈൻ ആർട്സ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട റംഷാദ്, UDSFന്റെ പ്രവർത്തകനായ നിഹാൽ എന്നിവർ ചേർന്നാണ് SFI പ്രവർത്തകരായ അക്ഷയ്, ഷാരോൺ എന്നിവരെ മർദ്ദിക്കുന്ന രംഗം നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. അത്രയും ഭീകരമായി ഒരു കലാലയത്തിൽ വെച്ച് സഹപ്രവർത്തകരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നത് ഒരു മനുഷ്യരോട് കാണിക്കാവുന്ന രീതിയിലല്ല ഒരു സഹപ്രവർത്തകനെ ആക്രമിക്കുന്നത്. അതിന്റെ വിഷ്വലൊക്കെ തന്നെ ഇന്നലെ നമ്മൾ കാണിച്ചതാണ്. ആ രീതിയിലേക്ക് ഒരു കലാലയത്തിലെ KSU MSF സഖ്യം മാറുന്നു എന്നുള്ളതാണ്. അതായത് സഹപ്രവർത്തകനോട് ഒരു തരിമ്പ് പോലും സ്നേഹമില്ലാത്ത വിധത്തിൽ മാറുന്നു. നമുക്കറിയാം, ഇത്രയും കാലം SFIക്ക് മാത്രമുണ്ടായ രക്തസാക്ഷികൾ അത് ഏത് വിധത്തിലാണെന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവാവുന്ന കാര്യമാണ്. അതിലേക്ക് തന്നെയാണ് SFI ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഈ പ്രവർത്തകർ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ SFI നേതൃത്വം അടക്കം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ നിയമപരമായി ഇതിനെ നേരിടാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഇതിനെ നേരിടും എന്നുള്ളത് തന്നെയാണ് SFI നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രിയ. ശരി ജോഷിലെ നമ്മുടെ പ്രേക്ഷകരും അന്വേഷിക്കുന്നുണ്ട്. ദേവരാജൻ, അതുപോലെ തന്നെ സോമൻ തുടങ്ങിയവരൊക്കെയും ജോഷിലയുടെ അന്വേഷണം പറയണം, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഈ കൂട്ടത്തിൽ ഞാനങ്ങ് പറയുകയാണ്. എന്തായാലും SFI വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച് KSU MSF പ്രവർത്തകർ, നാദാപുരം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളെയാണ് KSU MSF പ്രവർത്തകർ ആക്രമിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. SFI ശക്തമായ രീതിയിൽ നിയമ നടപടിയുമായി മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.